BJP മറ്റു പാർട്ടികളെ പോലെയുള്ള ഒരു പാർട്ടിയല്ല. പിന്നെയോ അത് RSSനാൽ നിയന്ത്രിക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. എന്താ RSS? ഇവിടെ ഈ പ്രദേശത്ത് ഒട്ടേറെ സ്ഥാപനങ്ങൾ, സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. മഹിളാ സമാജം, ക്ലബ്ബുകൾ, വായനശാലകൾ, ഗ്രന്ഥാലയങ്ങൾ, കച്ചവടക്കാരുടെ സംഘടനകൾ, യുവാക്കളുടെ സംഘടനകൾ, സ്ത്രീകളുടെ സംഘടനകൾ ഒക്കെ പ്രവർത്തിക്കുന്നു. ആ സംഘടനകൾ പ്രവർത്തിക്കുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? ഓരോ സംഘടനക്കും മെമ്പർമാരുണ്ടാവും, അല്ലേ? ആ മെമ്പർമാർ ചേർന്നുകൊണ്ടാണ് ഭാരവാഹികളെ തിരഞ്ഞെടുക്കുക. ഇതാണ് ജനാധിപത്യത്തിൻ്റെ ഹരിസി. മെമ്പർമാരിൽ നിന്ന് തുടങ്ങി ആ ജനാധിപത്യ രീതിയിൽ നടത്തുന്ന തെരഞ്ഞെടുപ്പിനെ അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ കമ്മിറ്റി, ഭാരവാഹികൾ. ഞാനിവിടുത്തെ BJPക്കാരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ആത്മീയ ആചാര്യന്മാരായിട്ടുള്ള RSS അതിനകത്ത് വല്ല മെമ്പർഷിപ്പ് ഉണ്ടോ? അത് പണ്ടത്തെ രാജാധിപത്യ കാലത്ത് നടത്തിയിട്ടുള്ള പടവാൾ ഭരണം ആണ്. പടവാൾ ഭരണമാണ് ഈ രാജ്യത്തിലെ BJP എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് അതിൻ്റെ ആത്മീയ ആചാര്യമായിട്ട് RSSനകത്ത് നടക്കുന്നത്. പടവാൾ ഭരണം. പിന്തുടർച്ചയാണ്. തെരഞ്ഞെടുപ്പില്ല, മെമ്പർഷിപ്പില്ല, ഒന്നുമില്ല. BJPക്കാർ പറയും, നിങ്ങൾ നോക്കൂ, ആർക്കൊക്കെ മെമ്പർഷിപ്പ് വേണമോ ഞങ്ങൾ തന്നേക്കാം. ഒറ്റ കാര്യം നിങ്ങൾ ചെയ്യണ്ടു. എന്താണ്? നിങ്ങൾ മിസ് കോൾ തന്നാൽ മതി. ഇന്ന മൊബൈൽ നമ്പറിലേക്ക് ബോർഡ് പ്രത്യക്ഷപ്പെടും പല ടൗണുകളിൽ. BJPയിൽ മെമ്പർഷിപ്പ് ആഗ്രഹിക്കുന്നവർ ഇന്നേ നമ്പറിലേക്ക് ഒരു മിസ് കോൾ തന്നാൽ മതി. അപ്പോൾ നമ്മളെ ഫോണിൽ നിന്ന് പൈസ ചിലവാകില്ല. മിസ് കോൾ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വിളിക്കും, നിങ്ങൾക്ക് മെമ്പർഷിപ്പ് വേണോ എന്ന് ചോദിച്ചിട്ട്. ജനങ്ങളെ പരിഹസിക്കുന്നതിൻ്റെ ഒരു പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമല്ലേ ഇത്? ഈ BJPക്കകത്ത് മിസ് കോളിലൂടെ മെമ്പർഷിപ്പ് കിട്ടുന്ന ആളുകളാണോ BJPയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? ഇല്ല. പിന്നെ ആരാ തീരുമാനിക്കുന്നത്? RSS. BJPയുടെ ആസ്ഥാനം ഡൽഹി, RSSന്റെ ആസ്ഥാനം നാഗ്പൂരിൽ നിന്ന് ശാസനകൾ പുറപ്പെടുവിക്കും, അത് BJP അനുസരിക്കും. ഇതാണ് RSS BJP. ജനാധിപത്യത്തിന്റെ ഹരിശ്രീ പോലും ഇല്ലാതെ RSSന്റെ ആജ്ഞകൾ നടപ്പാക്കാൻ മാത്രം വിധിക്കപ്പെട്ട അടിമകളെ പോലെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഈ രാജ്യത്തിലെ BJP. ആ BJP നമ്മുടെ കേരളത്തിൽ വലിയ നിലക്ക് സ്വാധീനം നേടിയിരുന്നില്ല. എന്താണ് നേടാതിരുന്നതിന് കാരണം? ഒരു ഘട്ടം വരെ BJPക്ക് വലിയ പിന്തുണ ഉണ്ടായിരുന്നില്ല. ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ പൊരുതിയിട്ടാണ് ഈ വർഗീയ ശക്തിയെ കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ നിന്ന് പരമാവധി നമ്മൾ ഒഴിവാക്കി നിർത്തിയത്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരായിട്ടുള്ള ശക്തികൾ കോൺഗ്രസ് ഉണ്ട്. കോൺഗ്രസ്സാണ് ആദ്യകാലത്ത് കമ്മ്യൂണിസ്റ്റുകാരെ ആക്രമിച്ചത്. അതിൻ്റെ ഫലമായിട്ട് ജീവാർപ്പണം ചെയ്തവരുണ്ട്. പിൽക്കാലത്ത് നോക്കിയപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനത്ത് RSS വന്നു. ഞങ്ങളാണ് ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തി. അതുകൊണ്ട് കോൺഗ്രസ് ആക്രമണങ്ങളെല്ലാം നടത്തിയിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി ദുർബലപ്പെടുത്താനായില്ല. അതുകൊണ്ട് ഇനി മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആക്രമിച്ച് തകർക്കാൻ ഞങ്ങളാണ് യോഗ്യന്മാർ. ദണ്ഡ, വാള്, അല്ലേ, ബോംബ്, ഇതൊക്കെ ആയിട്ടാണ് RSS വന്നത്. ഇവിടെ തിരുവനന്തപുരം ജില്ലയിലും ഒട്ടേറെ രക്തസാക്ഷികൾ RSSന്റെ കൊലക്കത്തിക്കരിയായിട്ടാണ് ജീവാർപ്പണം ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഫലമായിട്ട് എന്ത് മാറ്റമുണ്ടായി? ഈ കേരളീയ സമൂഹത്തിൽ ഇന്ത്യയിലെ മറ്റിടങ്ങളിൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞതുപോലെ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? RSSനെ ആശയപരമായിട്ടും അതുപോലെ തന്നെ ജനങ്ങളെ അണിനിരത്തിയും CPIM ശക്തമായി ചേർത്തു തോൽപ്പിച്ചു. അപ്പോൾ RSSകാർ ആയുധവുമായിട്ട് വന്നു. നമ്മുടെ നിരവധി സഖാക്കളെ RSSകാർ കശാപ്പി. അതിനു മുമ്പിൽ കമ്മ്യൂണിസ്റ്റുകാർ കീഴടങ്ങിയോ? CPIM കീഴടങ്ങിയോ? കേരളത്തിലുടനീളം, തിരുവനന്തപുരം ജില്ല ഉൾപ്പെടെ കേരളത്തിലുടനീളം കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ നമ്മുടെ 218 സഖാക്കളെയാണ് RSSകാർ കശാപ്പ് ചെയ്തത്. മനസ്സിലാക്കണം നിങ്ങൾ, 218 പേരെയാണ് കൊന്നത്. നമ്മളതിനെ ചെറുത്തു. നിങ്ങളുടെ ദണ്ഡയുടെ മുമ്പിൽ, നിങ്ങളുടെ വാടിവാടുകൾക്ക് മുമ്പിൽ, നിങ്ങളുടെ ബോംബിന് മുമ്പിൽ മുട്ടുമടക്കാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങളൊരു ഫാസിസ്റ്റ് ശക്തിയാണ്.
നമ്മുടെ രാജ്യത്തിലെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഏറ്റവും അപകടം വരുത്തുന്ന ശക്തിയാണ് RSS BJP. അതുകൊണ്ട് നിങ്ങൾ ഏത് നിലക്കും ഞങ്ങൾ ചെറുത്തും. ആ ചെറുത്തുനിൽപ്പ് നടത്തി 218 സഖാക്കളുടെ ജീവാർപ്പണം. ഒട്ടേറെ സഖാക്കൾക്ക് ആക്രമത്തിൽ പരിക്ക് പറ്റി. പക്ഷെ അതിൻ്റെ ഫലമായിട്ട് എന്തു വന്നു? ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ് തകർന്നു, ആ സ്ഥാനം BJP നേടി. കോൺഗ്രസ് ഭരിച്ചിടങ്ങളിൽ BJP ഭരിച്ചു, ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഭരിക്കുന്നതാരാ? BJP. നേരത്തെ ഭരിച്ചതാരായിരുന്നു? കോൺഗ്രസ്. കാരണം കോൺഗ്രസ് അവിടെ തകർന്നുപോയി. പക്ഷെ കേരളത്തിലോ അവർക്ക് ഇതേവരെ സ്ഥിരമായിട്ട് ഒരു MLA സ്ഥാനം കിട്ടിയില്ല. ഒരു MLA സ്ഥാനം ഇടക്ക് കിട്ടി പോയി. ആരാ നഷ്ടപ്പെടുത്തിയത്? CPIM, LDF. പക്ഷെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു ലോക്സഭയിലേക്കൊരു സീറ്റ് തൃശ്ശൂരിൽ നിന്നും നമ്മുടെ സിനിമാ നടൻ സുരേഷ് ഗോപി അവിടെ ജയിച്ചു പോയി. പലയിടത്തും BJPക്ക് കുറേശ്ശെ വോട്ട് കൂടുന്നു. ഇപ്പം സംഘർഷത്തിൻ്റെ അന്തരീക്ഷം ഇല്ല. അപ്പം അങ്ങനെയാണ് ഈ ജനാധിപത്യത്തെ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഈ RSS BJP നമ്മുടെ സമൂഹത്തിൽ സ്വാധീനം നേടുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ അവർക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളൊക്കെ കൃത്യമായി നടക്കുന്നുണ്ട്. ആശയരംഗത്തുള്ള സമരം കൃത്യമായി നടത്തുന്നവർ കമ്മ്യൂണിസ്റ്റുകാരാണ്, കോൺഗ്രസ് അല്ല നടത്തുന്നത്. കോൺഗ്രസ് പലപ്പോഴും RSS BJPക്ക് വിധേയമായി കൊണ്ടുപോകുമ്പോൾ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരാണ് എതിരിട്ട് നിൽക്കുന്നത്. ഇതൊരു ഫാസിസ്റ്റ് ആശയമാണ്. RSS മുന്നോട്ട് വെക്കുന്നത് ഫാസിസ്റ്റ് ആശയമാണ് എന്ന നിലക്ക് ശക്തമായിട്ട് എതിർപ്പ് കമ്മ്യൂണിസ്റ്റുകാർ നടത്തുന്നു.